ഒന്ന് ഞാൻ റീക്യാപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ബട്ടൺ നമ്മൾ അതിനെവിടെയെങ്കിലും പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ ഫോണ്ട് സൈസ് ഡിഫോൾട്ട് ഫോണ്ടാണ്. നമ്മളതിനെ സെൻറ്ററായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. വേറെ ഇതിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഒന്നും കറൻ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മളിതിനെ ഷിഫ്റ്റ് ഓട്ടോ ലേഔട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോ ലേഔട്ട് ആഡ് ചെയ്തു. നമുക്ക് ഡിഫോൾട്ടായിട്ട് അവർ സെറ്റ് ചെയ്ത പാഡിങ് കൂടുതലാണ് തോന്നുന്നു. അതായത് ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് വേണമെങ്കിൽ അത് കുറയ്ക്കാം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ 5 നമ്മുടെ ബട്ടൺ 25 ആണ് ഒരു സൈസ് കാണിക്കുന്നത്. 27 അവർക്ക് ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മൾ ഈ ബട്ടണിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. വേണമെങ്കിൽ നല്ല കുറച്ചുകൂടി നല്ലൊരു കളർ കൊടുക്കാം. ഈ ടെക്സ്റ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് അത് വിസിബിലിറ്റി കുറവുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കൺട്രോൾ ക്ലിക്ക്, മാക്ക് ആണെങ്കിൽ കമാൻഡ് ക്ലിക്ക്, അത് നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. അപ്പോൾ ഒരു ബട്ടൺ ഇപ്പോൾ ക്രിയേറ്റ് ആയി. ഇത് രണ്ടിൻ്റെ പ്രോപ്പർട്ടി ഹഗ്ഗാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താലും അത് സെൻറ്ററിൽ തന്നെയായിരിക്കും. അതേപോലെ നമ്മൾ ഇതിന് ഇൻസൈഡിൽ എന്ത് ടൈപ്പ് ചെയ്താലും അതിനനുസരിച്ച് ആ ബട്ടൺ ഇൻക്രീസ് ആവും. ഇനി നമ്മുടെ ബട്ടണിന് നമുക്കൊരു മിനിമം വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ വിഡ്ത്തിൽ പോയിട്ട് ആഡ് മിനിമം വിഡ്ത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളതൊരു 120 കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ബട്ടൺ ക്രിയേറ്റ് ചെയ്താലും ആ ബട്ടണിന് ഒരു മിനിമം വിഡ്ത്ത് ഉണ്ടാവും. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മൾ ഡിസൈൻ സിസ്റ്റം ചെയ്യുമ്പോൾ. എന്താ വെച്ചാൽ നമ്മുടെ ബട്ടൺ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചെറുതായി പോകാൻ സാധ്യതയുണ്ട് മറ്റാളുകൾ ഉപയോഗിക്കുമ്പോൾ. ഇനി നമുക്ക് ഇത് വേറെ ചില പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ ലേഔട്ടിൽ ഞാൻ മുന്നോട്ട് കാണിച്ചിട്ടുള്ളതാണ്. നമുക്ക് അലൈൻ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ഇപ്പോൾ സെൻറ്ററാണ്, നമുക്കത് ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മളിത് അലൈൻ ചെയ്തിരിക്കുന്ന സെൻറ്ററാണ്. നമ്മൾ ലെഫ്റ്റിലോട്ടാണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഒരു ഐറ്റം മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നും ഒരു വ്യത്യാസം കാണാത്തത്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളൊരു ഐക്കണോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ചേഞ്ചസ് നമുക്ക് വിസിബിൾ ആയിരിക്കും. ചില പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അലൈൻമെൻറ്റ് റിലേറ്റഡ് ആണ്. അതിന് മുന്നേ നമുക്ക് ബട്ടൺ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാം. നമുക്കൊരു ബട്ടൺ ആണ് തോന്നുന്നത്. ഞാൻ ഇവിടെ നമുക്ക് കോർണർ റേഡിയസ് ആഡ് ചെയ്യാം. ബട്ടണിന് ഞാനൊരു 6 കോർണർ റേഡിയസ് ആഡ് ചെയ്തു. അപ്പോൾ അത് ഒരു റൗണ്ടഡ് ബട്ടണായി. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബോർഡർ ആഡ് ചെയ്യാം. ബോർഡർ ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ചും കൂടി എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കളർ കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു ബട്ടൺ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷാഡോ ഒക്കെ കൊടുക്കാം. ഇതിനൊക്കെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഇത് ചെയ്യുന്നതാണ്, ഷാഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ ജസ്റ്റ് ക്വിക്കലി ഇതൊന്ന് ഇത് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ രണ്ട് ബട്ടൺ തമ്മിലൊരു വ്യത്യാസം കാണാം. ഇനി ഇതിൽ നമുക്ക് വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ഒരു ബട്ടൺ നമ്മൾ നോക്കിയത് സെൻറ്റർ അലൈൻഡ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇത് വലുതാക്കുന്നു, താഴത്തേക്ക് വലുതാക്കുന്നു, ഇത് സെൻറ്ററിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ ചില സമയത്ത് നമുക്ക് ഈ ബട്ടൺ ഇങ്ങനെ സെൻറ്ററിൽ ബട്ടൺ എന്നല്ല, നമ്മൾ ഇതിൽ ബട്ടൺ യൂസ് ചെയ്യണമെങ്കിലും ഓട്ടോ ലേഔട്ടിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ സെൻറ്റർ അല്ലാതെ എന്താ പറയുക ലെഫ്റ്റ് എഡ്ജിലോട്ടോ അല്ലെങ്കിൽ ടോപ്പ് എഡ്ജിലോട്ടോ നിൽക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ കേസിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അലൈൻമെൻറ്റ് ലെഫ്റ്റ് സെൻറ്റർ ആക്കി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, ഞാൻ ലെഫ്റ്റ് സെൻറ്റർ ആക്കുമ്പോൾ ഈ ഒരു ലെറ്റ് മീ നോ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇവിടെ വന്ന് നിൽക്കണം. അതേപോലെ ഞാൻ ലെഫ്റ്റ് ടോപ്പ് കൊടുത്താൽ ഇവിടെ വന്ന് നിൽക്കണം. പക്ഷേ ഇത് ഇവിടുന്ന് മൂവ് ചെയ്യുന്നില്ല. ഇത് ടോപ്പിലോട്ട് മൂവ് ചെയ്ത്, പക്ഷേ ഇത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നില്ല. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ് കമ്പോണൻ്റ്, അതായത് നമ്മുടെ ഈ ഫ്രെയിം 4ൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റ് ഫ്രെയിമിന് ഫിൽ എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫിൽ എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അത് നേരത്തെ നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഹഗ്ഗും പിക്സലും മാത്രമേ വരുള്ളൂ. എന്താ വെച്ചാൽ ആ ഒരു കമ്പോണൻറ്റ്, അതായത് ഈ ഒരു ഫ്രെയിം വേറൊരു ഫ്രെയിമിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ ഓപ്ഷൻ വരുള്ളൂ. അപ്പോൾ ഈ ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓൾറെഡി ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ്
നമുക്ക് ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇത് ഇൻക്രീസ് ചെയ്താലും അത് വിഡ്ത്തിൻ്റെ എൻ്റയർ സ്പേസ് അത് കവർ ചെയ്യും. അതിന് പകരം നമ്മൾ ഇതിനെ മാറ്റി ഹഗ് കണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ടോപ്പ് അല്ലെങ്കിൽ റൈറ്റ് എല്ലായിടത്തോട്ടും അത് മൂവ് ചെയ്യും. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബട്ടൺ ഞാൻ മൊത്തത്തിൽ ഹഗ് കണ്ടന്റ് ആക്കിയാലും അത് പഴയ ബട്ടണെ പോലെ തന്നെ ഇരിക്കും. ആക്ച്വലി ഇത് രണ്ടും എന്താ പറയുക, രണ്ട് ബിഹേവിയർ ആണുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വെറുതെ ഹഗ് ബട്ടൺ എന്ന് പേരിടാം. ഞാൻ വേണമെങ്കിൽ ഒരു വേറെ കളറും കൊടുക്കാം, അതായിരിക്കും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നല്ലത്. ഇത് നമുക്ക് ഫിൽ ബട്ടൺ എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ ബട്ടണിനെ ഇൻക്രീസ് ചെയ്യുന്നു, എനിക്കിതിനെ ലെഫ്റ്റ് ടോപ്പ് അലൈൻ ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ പഴയ ബട്ടൺ ഇൻക്രീസ് ചെയ്യുന്നു, ലെഫ്റ്റ് ടോപ്പ് അലൈൻ ചെയ്യുമ്പോൾ അത് അലൈൻ ആവുന്നില്ല, പകരം അത് ടോപ്പിൽ മാത്രമേ അലൈൻ ആവുന്നു. അപ്പോൾ ബോട്ടം അലൈൻ ആവും, ടോപ്പ് അലൈൻ ആവും, പക്ഷെ റൈറ്റോ അല്ലെങ്കിൽ ലെഫ്റ്റോ ഒന്നും അലൈൻ ആവില്ല. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസം നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഈ ഒരു ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഓട്ടോ ലേഔട്ട് ചെയ്യാൻ പറ്റും. ഓട്ടോ ലേഔട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ലോജിക്കൽ തിങ്കിങ് ആണ്. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, കണ്ണിങ് ആണ്. നമുക്കത് അതിൻ്റെ നാക്ക് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ വൺസ് അത് മനസ്സിലായി കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും.